എന്ത് പറ്റി രമണി? ഒന്നുമില്ലടേ. എന്താണ് സങ്കടം? ഒന്നുമില്ല. ഒന്നുമില്ലടേ. എന്താണ് സങ്കടത്തിലിരിക്കുന്നത്? എന്ത് പറ്റി? അതെ അല്ലേ, ഒന്നുമില്ല. പറടാ. ഷെനീദ് കരുവാങ്കുണ്ടി എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന് പുള്ള എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. പുള്ളയോ? പുള്ള പുള്ള എന്ന് പറയുന്നതാണ് ഒരു പുള്ള ഉണ്ടല്ലോ. അപ്പോൾ ഇവര് തമ്മിൽ ഈ പുള്ള ഷെനീദ് കരുവാങ്കുണ്ടിന്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഷെനീദ് കരുവാങ്കുണ്ടി എന്നാണ് വീട്ടുപേര്. അവന്റെ ലൈനാട്ടോ, എന്ന് വെച്ചാൽ സ്റ്റെപ്പിനെയാണ് ഈ പുള്ള. എന്നിട്ട് പറയണോ? എന്നിട്ട് ഞാന് ഈ പുള്ളക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പതേ എന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. ഏതോ ഒരു പെണ്ണുങ്ങള് എനിക്കെതിരെ പരാതി കൊടുത്തടേ. എന്തിനാന്ന് ചോദിച്ചാല് ആ സ്ത്രീയുടെ സ്ത്രീത്വത്തെ ഞാൻ അപമാനിച്ചു പോലും. ഷെനീദ് കരുവാങ്കുണ്ടി അവരുടെ കാമുകരാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് അവരെയാണെന്ന് അവർക്കെങ്ങനെ മനസ്സിലായി? ഞാൻ ഉദ്ദേശിച്ചത് പുള്ളേനെ അല്ലേ? അല്ലേ പുള്ളേ? ഈ പരാതി കൊടുത്ത പുള്ളയാണോ? അടേ, ഞാൻ ഉദ്ദേശിച്ചത് പുള്ളേനെയാണേ. പരാതി കൊടുത്തത് ഈ പുള്ളയാണോന്ന്? ഈ പുള്ളയല്ല, ഈ പുള്ളന്റെ കൂടെ വേറൊരു പേരും കൂടി വരുന്നൊരു പുള്ള പരാതി കൊടുത്തുക എന്റെ പേരിൽ. എന്തിനെന്നറിയോ? സ്ത്രീത്വത്തെ അപമാനിച്ചോലെ. ഈ പുള്ള എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണോടെ? അല്ല പുള്ളേ, നിങ്ങള് തന്നെ പറ. ഈ പുള്ള എന്ന് പറയുന്നത് ശരിക്കും ചെറുത് മക്കള് അങ്ങനെയല്ലേ? അങ്ങനെയും പറയും. എന്നാലും അതങ്ങനെയും കൊണ്ടുപോകണം എന്നുണ്ടേ ഈ ഷെനീദ് കരുവാങ്കുണ്ടി ഇപ്പൊ സ്റ്റെപ്പിനി ആയിരിക്കും. കാരണം എൻ്റെ കുറേ ന്യൂസ് ഒരു പുള്ളക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ന്യൂസൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ ഈ ഷെനീദ് കരുവാങ്കുണ്ടി എന്ന് പറയുന്ന ആളുടെ പിന്നെ വക്കീലിന് കേസ് സംബന്ധമായിട്ട് എടുത്തതാണ് ഈ ഡീറ്റെയിൽ ഒക്കെ. അപ്പൊ അതാണ് ഈ പുള്ളക്ക് കിട്ടിയത്. അപ്പൊ ഈ പുള്ള കണ്ടോളൂ ഗായ്സ്, ഇത് കണ്ടോ, സർട്ടിഫൈഡ് കോപ്പി. എനിക്കിത് കോടതിയിൽ നിന്ന് തന്നതാണ്. ഈ കോപ്പി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തെളിവുകളൊക്കെ തരാം. പക്ഷെ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തത് ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എന്നതാന്ന് എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ കർത്താവേ. എന്നാലും ഞാൻ 18 ആൾക്കാരുടെ പേരിൽ എടുത്ത് കൊടുത്തേക്ക്. പക്ഷെ അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? അത് ചോദിക്കണ്ടേ? കറക്റ്റ് 18 ആളെ പേരുള്ള കേസ് കൊണ്ടുത്തരാൻ അത് ഡാഡിക്കും മമ്മിക്കും പറക്കണല്ലോ, എന്നാലല്ലേ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാലും എന്റെ ശവിയെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നൊക്കെ പറയുമ്പോ അതെങ്ങനെയാ വരിക? ഞാൻ ഉദ്ദേശിച്ച ആള് അതന്നെ ആണോ? അവരങ്ങനെയോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? പിന്നെ ഒരു ഹാഷ്ടാഗ് അങ്ങനെയാണ്. എൻ്റെ ഹാഷ്ടാഗ് എന്തോരം ഇട്ടിട്ടുണ്ട് പുള്ളേ നീ. ഇതൊന്നും നിനക്കൊരു വിഷയമല്ലായിരുന്നോ പുള്ളേ? നമ്മള് കേസ് കൊടുക്കാത്തതായിരുന്നോ പുള്ളേ? ഞാൻ കണ്ടു, പലതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാലും എൻ്റെ പുള്ളേ, ഞാൻ ആകെ വിഷമിച്ചിട്ട് നിൽക്കുക. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഞാൻ ആ പറയുന്ന ആ മഹത് വ്യക്തിയുടെ പേര് ഉണ്ടാവുമല്ലോ, നിന്റെ പേരെന്താ? അരുൺ. നിന്നെ ഞാന് മാങ്ങാണ്ടി മോറാന്ന് വിളിച്ചാല് അരുണിനെയാവുമോ? മമ്മിയും ഇട്ട പേര് അതും അരുൺ EK അല്ലേ? അപ്പൊ അരുൺ EK എന്ന് പറഞ്ഞാലല്ലേ അരുണാവുള്ളൂ. ശടാ, ഞാൻ നിന്നൊരു പേരിട്ട് അത് നിന്റെ EK എന്ന് മാത്രം പറഞ്ഞ അരുണാകുമോ? എന്നാലും എന്റെ പുള്ളേ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എനിക്കുണ്ടല്ലോ, സത്യസന്ധമായിട്ട് പറയാച്ചാല് ഞാൻ ഈ പറയുന്ന പുള്ളയുടെ മാമനുണ്ട്,
അത് തിരുവനന്തപുരത്ത് അങ്ങ് കൊഞ്ഞാലം വീട്ടിലുള്ള മാമനാട്ടോ. എന്ന് വെച്ചാൽ ഈ പുള്ളയുടെ തള്ളയുടെ ആങ്ങളെയാട്ടോ. ഇവരാണ് യൂട്യൂബ് മുതലാളി. അപ്പം മൂപ്പരാണ് എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് പൈസ തരല്. സംഭവം അങ്ങനെയാണ്. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നൊരു കുശുമ്പായിരിക്കുമല്ലേ ഇത്, അല്ലേ? ശരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. നാലുവിൻ്റെ പുള്ളേ, എനിക്ക് വല്ലാത്ത സങ്കടമായി പോകുന്നു പുള്ളേ. ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഞാൻ അരുണിനെ ഈക്കേന്ന് മാത്രം പറഞ്ഞ അരുണാവോ? എന്നാലും ഉമ്മ കേസ് അങ്ങനെ ഒരു വക്കീലിനെ നോക്കുവോ? അല്ല അരു, ഇനി എന്നെ എന്തെങ്കിലും ചെയ്യോലേ? അല്ല തൂക്കിക്കൊല്ലു എന്നെ? അല്ല അരു, എന്നെ അറസ്റ്റ് ചെയ്യോ? ഉറപ്പല്ലേ? അഥവാ അറസ്റ്റ് ചെയ്താലോ ഗൈസ്, ഞാൻ എന്താക്കൂ? അരു തൂക്കിക്കൊല്ലു. അരു വക്കീലിനെ കിട്ടൂല. വക്കീൽ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. അവരുണ്ടാവൂലേ? ഉണ്ടാവോ? ഇത് വക്കീൽ ഉണ്ടാവുമായിരിക്കും. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഷനീദ് കരുവാൻകുട്ടിൻ്റെ പേര് തന്നെ വെക്കേണ്ടി വന്നതിൽ എനിക്ക് അഭിമാനമുണ്ടായി എന്ന് തന്നെ കരുതിക്കോളൂ. കാരണം എൻ്റെ ഡീറ്റെയിലൊക്കെ തന്നത്